ഒരിക്കൽ ഒരു ഗുരു പ്രഭാഷണത്തിനിടയ്ക്ക് വെള്ളം നിറച്ച ഗ്ലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് സദസ്സിനോടായി ചോദിച്ചു, ഇതിന് എത്ര ഭാരമുണ്ടാകും? 100 ഗ്രാം, 200 ഗ്രാം? സദസ്സിൽ നിന്നും അങ്ങനെ പല ഉത്തരങ്ങളും ഉണ്ടായി. പക്ഷേ ഗുരു പറഞ്ഞു, ഉത്തരങ്ങളെല്ലാം തെറ്റാണ്. തുടർന്ന് സദസ്സിൽ നിന്ന് ഒരാളെ വിളിച്ച് അയാളുടെ കയ്യിലേക്ക് ഈ ഗ്ലാസ് കൊടുത്തു. എന്നിട്ട് ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിപ്പിടിക്കാൻ. ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച അയാളോടായിട്ട് ഗുരു ചോദിച്ചു, ഇതിന് ഭാരമുണ്ടോ? അയാൾ വളരെ പ്രസന്ന ഭാവത്തിൽ പറഞ്ഞു, വളരെ നിസ്സാരമായ ഭാരമേ ഉള്ളൂ. അയാൾ അങ്ങനെ ആ ഗ്ലാസും വെള്ളവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഗുരു തന്റെ പ്രഭാഷണം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഗുരു അയാളോട് ചോദിച്ചു, ഇപ്പോൾ ഈ ഗ്ലാസിന് ഭാരമുണ്ടോ? അയാൾ പറഞ്ഞു, കുറച്ചു ഭാരം തോന്നി തുടങ്ങി. ഗുരു വീണ്ടും പ്രഭാഷണം തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഗുരുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇനി അല്പനേരം പോലും എനിക്ക് ഗ്ലാസ് ഉയർത്തിപ്പിടിക്കാനാവില്ല, കാരണം എന്റെ കൈ വല്ലാതെ വേദനിച്ചു തുടങ്ങി. അപ്പോൾ ഗുരു അയാളോട് ഗ്ലാസ് താഴ്ത്തിവെക്കാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് സദസ്സിനോടായി പറഞ്ഞു, ആ ഗ്ലാസിനോ അതിലെ വെള്ളത്തിനോ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അയാൾക്ക് സമയം കഴിയും തോറും ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനുള്ളിലെ ദുഃഖവും മറ്റുള്ളവരോടുള്ള ദേഷ്യവും. എത്ര സമയം അത് നമ്മുടെ മനസ്സിൽ നിറയുന്നുണ്ടോ, അത് തങ്ങി നിൽക്കുന്നുണ്ടോ, അത്രത്തോളം നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതയും വർദ്ധിക്കും. നമ്മുടെ മനസ്സിലുള്ള